സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശൂരിലും കണ്ണൂരിലും മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് ദുരന്തം വർദ്ധിപ്പിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ കടവന്ത്ര, സൗത്ത് ചിറ്റൂർ റോഡ്, MG റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടകളിൽ വെള്ളം കയറി. കളമശ്ശേരി മൂലേപ്പാടത്തും ഇടക്കൊച്ചിയിലും വീടുകളിൽ വെള്ളം കയറി. ഇൻഫോ പാർക്കിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് വാഹനങ്ങൾ മുങ്ങി. തിരുവനന്തപുരത്ത് 3 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. തൃശൂർ നഗരത്തിൽ മിക്ക റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നഗരത്തിലെ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറിയത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ദുരന്തത്തിലാക്കി. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ OPയിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയിൽ സംസ്ഥാനത്തെ ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ കണ്ണൂർ കീഴല്ലൂർ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. പിണറായി പാറപ്രം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറക്കും. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്ത് ഉയർന്ന തിരമാല സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. വടക്കൻ ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിശക്ത മഴ ഇന്നലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചു. എന്നാൽ കഴിഞ്ഞ 5 ദിവസമായി സംസ്ഥാനത്ത് പെയ്യുന്ന അതിശക്ത മഴ ശനിയാഴ്ചയോടെ ശമിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സൂചനയുണ്ട്.